നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് കിഡിലൻ പ്രാവുകളുടെ കളക്ഷനുള്ള സീമ റാഫി എന്ന ചാനൽ ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ പ്രാവുകളുടെ കിഡിലൻ ലോഫ്റ്റുകളുടെ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രാവ് ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ നമുക്ക് തുടങ്ങാം. ഹലോ നമസ്കാരം. ഞാൻ റാഫി സീമ ലോഫ്റ്റ് എന്നാണ് എൻ്റെ ലോഫ്റ്റിൻ്റെ പേര്. എൻ്റെ സ്ഥലം 3 പീടിക, കയ്പമംഗലം 3 പീടിക എല്ലാം എൻ്റെ സ്ഥലം. എൻ്റെ ലോഫ്റ്റിൻ്റെ പേര് സീമ. ഞാൻ ചെയ്യുന്ന ബേഡുകൾ ചൈനീസ് ഔള്, സാറ്റിൻ, പിന്നെ മുഗി ചെയ്യുന്നുണ്ട്, ബർപ്പനുണ്ട്, പിന്നെ കുറച്ച് ലാഹോറി, പിന്നെ കുറച്ച് ഫാൻറ്റൈലും. അതാണ് എൻ്റെ ബ്രീഡുകൾ. നമുക്ക് പരിചയപ്പെടാം നമ്മളെ ബേഡുകളെ. അപ്പോൾ നമുക്ക് ആദ്യം മുഗീനെ തുടങ്ങാമല്ലേ? നമുക്ക് ആദ്യം നമ്മൾ എൻ്റെ മുഗി കളക്ഷൻ നമുക്ക് കാണാം. മുഗി ഇപ്പോൾ എത്ര പേരുണ്ടാവും ഇവിടെ? ബ്രീഡിംഗ് പെയറായിട്ട് എൻ്റെ ഒരു 10-16 എണ്ണമൊക്കെ ഉണ്ടാവും. 16 പേരുണ്ടല്ലേ? നമ്മൾ സെറ്റ് അടിപൊളി ബ്രീഡിംഗ് പെയർ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ആൽമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, കുറച്ച് കളേഴ്സ് ഉണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഓരോന്നായിട്ട് തുടങ്ങാല്ലേ? നമുക്ക് ആദ്യം നമുക്ക് ഇതൊരു സിൽവർ ബേർഡാണ്. ഇതിപ്പോൾ ബ്രീഡിംഗ് പെയറാണോ? ബ്രീഡിംഗ് പെയർ എഗ് ചെയ്തിരിക്കുകയാണ്. നല്ല മാർക്കിംഗ് ഉള്ള ബേർഡാണ്. മാർക്കിങ് ഭയങ്കര മാർക്കിങ്ങില്ല, എന്നാലും മാർക്കിംഗ് ഉള്ള ബേർഡാണ്. എഗ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ളത് നമ്മളതിൽ അടുത്ത നമുക്ക് റെഡാണ് ഞാൻ എടുത്ത് കാണിച്ചത്. നല്ല ആക്റ്റീവ് ബേർഡാണല്ലോ. ഭയങ്കര നല്ല ആക്റ്റീവ് ബേർഡാണ്. ചില്ലി റെഡാണ്.
ഇതിപ്പോ മെയിലാണോ ഫീമെയിലാണോ? ഇത് മെയിൽ ബേർഡിന്. മെയിൽ ബേർഡാണ്. മെയിൽ ബേർഡിന് പക്ക മാർക്കിംഗ് ഒക്കെ ഉള്ള ബേർഡാണ്. ഇതിപ്പോ ഇതിന്റെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ? കുട്ടികൾ ഇറങ്ങിയിട്ടില്ല. ഇതിപ്പോ ഞാൻ വേറെ ബേർഡായിട്ടാണ് കിടന്നിരുന്നത്. ഇപ്പൊ ഞാൻ വേറെ ആൽമണ്ടായിട്ട് ഇട്ട് കൊടുത്തിരുന്നു. ഇത് ക്ലാസിക് ആൽമണ്ടാണ്. ഫീമെയിൽ. അതിന്റെ ഫീമെയില ജോഡി ജോഡി ഇട്ടിരിക്കുന്ന ക്ലാസിക്. ഇപ്പൊ ഫസ്റ്റ് സെറ്റ് ഫസ്റ്റ് പാക്കിങ്ങിന് കയറ്റിയിട്ടുള്ളൂ. ഇപ്പൊ പെഗ്ഗയ്യാറായിട്ടുണ്ട് ഏതാണ്ട്. അടുത്ത് പറഞ്ഞത് ഇതൊരു ബാർ ടൈപ്പാണ്. അതിൻ്റെ ഒപ്പം കിടക്കുന്നത് ഒരു ബ്ലാക്കാണ്. ബ്ലാക്ക് ഫീമെയിലാണോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലാണ്? മെയിലാണോ? എഗ് ചെയ്തിരിക്കാണല്ലോ. അത് എഗ് ചെയ്തിരിക്കുന്നു. അത് നമുക്ക് അധികം ബുദ്ധിമുട്ടിക്കണ്ട. ഇത് ഫീമെയിലല്ലേ? ഫീമെയിലാണ്. ഫീമെയിലിന്റെ കളർ പറഞ്ഞത് കളറ് ഒരു മിൽക്കി ബാർ ടൈപ്പാണ്. ബാർ ടൈപ്പാണ്. ഒരു സ്റ്റിപ്പർ ആൽമണ്ടാണ്. സ്റ്റിപ്പർ ആൽമണ്ടിൻ്റെ കൂടെ കോഫി ചക്കറിന് എടുക്കണം. ഇത് സ്റ്റിപ്പർ ഡോട്ടുകളൊക്കെ ഏതാണ്ട് വരുന്നുള്ളൂ. ഇത് മോൾട്ടിങ് കഴിയുമ്പോൾ ഇനി ഫുൾ ഡോട്ടുകൾ വരും. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇതിന്റെ കുഞ്ഞുങ്ങൾ തന്നെയാണോ? കുഞ്ഞുങ്ങൾ ഉണ്ട്. കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ക്ലാസിക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ക്ലാസിക് ആൽമണ്ടാണ്. ക്ലാസിക് ആൽമണ്ടാണ്. തീറ്റെടുത്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. അത് ഇതിപ്പോൾ 2 കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. 2 കിട്ടിയിട്ടുണ്ട്. ആൽമണ്ട് തന്നെയാണ്. അത് എഗ് ചെയ്തിരിക്കുന്നു. ഇത് ആൽമണ്ട് മെയിലാണോ ഫീമെയിലാണോ? ഇത് മെയിൽ ബേർഡാണ്. മെയിൽ ബേർഡാണല്ലേ? ഇത് എഗ് ചെയ്തിരിക്കണം. നമ്മൾ അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കണ്ട. ഇതിനിപ്പോ ജോഡിയായിരിക്കുന്ന കോഫി ചക്കറാണ്. കോഫി ചക്കറല്ലേ? വൈറ്റ് ഫെദർ ആണല്ലോ കോഫി ചക്കർ. വൈറ്റ് ഫെദർ. ഇതിപ്പോ ഫസ്റ്റത്തെ ഇല്ല, ഫസ്റ്റത്തെ അല്ല, രണ്ടാമത്തെ. ആദ്യത്തെ കുട്ടികൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മാർക്കിംഗ് ഉള്ള കുട്ടികളൊക്കെ. ഇതിന്നിപ്പോ ഇറങ്ങണ കുട്ടികള് ആൽമണ്ട്. ആൽമണ്ട ആണ് കിട്ടിയത്. ആദ്യത്തെ 2 ആൽമണ്ടാണ് കിട്ടിയത്. ആൽമണ്ട് തന്നെയാണ് കിട്ടിയത്. അടുത്തൊരു കോഫി ചക്കർ ഒരു ആൽമണ്ടുമാണ്. ആൽമണ്ട് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അത് ഡോക്ടറൊക്കെ കയറി വരുന്നുള്ളൂ. അതിന് ഫസ്റ്റ് എഗ്ഗ് ചെയ്തിരിക്കണം. ഞാൻ എടുത്ത ഇതിലിപ്പോ ഏതാണ് മെയിലും ഫീമെയിലും? മെയിലായ ചക്കറാണ്. കോഫി ചക്കർ. മെയിലല്ല ഫീമെയില് കോഫി ചക്കർ. ഫീമെയിൽ കോഫി ചക്കർ. മറ്റേത് മെയിൽ ബേർഡ്. അപ്പൊ അങ്ങനെ അടുത്താണ്. ഇതൊക്കെ ബ്രീഡിംഗ് സെറ്റ് ഇപ്പൊ കൊടുക്കാനുള്ളതല്ല? ഇല്ല, ഇത് കുട്ടികളൊക്കെ കൊടുക്കാനുണ്ടല്ല. ഇതിപ്പോ ഫസ്റ്റ് ഇറങ്ങിയ കുട്ടികളാണ്. ഫസ്റ്റ് ഇറങ്ങിയ കുട്ടികളാണ്. ആൽമണ്ടാണ്. അത് ആൽമണ്ടാണ്. ഇതൊക്കെ ഇപ്പൊ എടുത്തപ്പോ എത്ര റേറ്റ് ആയി? ഞാൻ എടുത്ത ടൈമിൽ ഒത്തിരി റേറ്റ് കുറവായിരുന്നു. ഇപ്പൊ നല്ല റേറ്റ് ഉണ്ട്. ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ട്. ഇതിപ്പോ ഇതിന്റെ ഫസ്റ്റ് 6 ആണല്ലേ? ഫസ്റ്റ് 6. അത് ഇത് ഡോട്ടൊക്കെ കയറി വരുന്നുള്ളൂ. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞിരിക്കും. ഇത് ശരിക്കും ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും നല്ല ഫുൾ ഡോട്ടുകൾ വരും. ഇപ്പോൾ തന്നെ ഡോട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ കുട്ടി റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടി കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടി ഇറങ്ങിയിട്ടില്ല. അവരെണ്ണുള്ളൂ. അതിൻ്റെ ഒപ്പം കിടക്കുന്ന കോഫി ചക്കറാണ്. ഇതിപ്പോ ഫസ്റ്റ് കുട്ടി കളർ ആൽമണ്ടാണ് കിട്ടിയത്. ഡോട്ടറുകളുണ്ട്. അതിന് ഇപ്പോഴേ ഡോട്ടറുകളുണ്ട്. ഇതിപ്പോ എത്ര റേറ്റിൽ ഇപ്പൊ കുട്ടികളെ കൊടുക്കണമെന്ന് പറയാൻ പറ്റും? കുട്ടികളെ ഞാൻ കൊടുക്കുന്നത് ഒരു 300-4 രൂപ. 5-ന് താഴെയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്.
ഇപ്പോൾ ആൽമണ്ട് ലൈനിലുള്ള കുട്ടികൾ കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ ആൽമണ്ട് ലൈനിലുള്ള കുട്ടികൾ കാണും നമ്മളതിലുണ്ട്. ഉണ്ടല്ലോ. ഇത് മില്ലി ബാറാണ്. ഒരെണ്ണം മില്ലി ബാറിന് ഒരെണ്ണം സിൽവർ ബാർ പെഗ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എഗ്ഗിങ് തന്നെയാണല്ലോ. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെ മെയില് ഫീമെയിലിന് ആയ മില്ലി ബാർ, മെയില് സിൽവർ ബാർ. ഇത് സിൽവർ ചക്കറാണ്. ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. സിംഗിൾ കുട്ടി ഉണ്ടായുള്ളൂ ഈ പ്രാവശ്യം. ഇത് ഫസ്റ്റ് എഗ്ഗിങ് അല്ലല്ല, ഫസ്റ്റ് എഗ്ഗിങ് അല്ലല്ല. ഇതിന്റെ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ നല്ല മാർക്കിങ്ങുള്ള കുട്ടികൾ ഇറങ്ങും. ഇതിനിപ്പോ കുട്ടികളെ കൊടുക്കാനുണ്ടല്ലോ. ഇതിന്റെ കുട്ടികളുണ്ട്, അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സാറ്റി പരിചയപ്പെടാം. ബ്ലാക്ക് ലൈസാണ്. ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണോ? ഇത് ഫസ്റ്റ് എഗ്ഗിങ് റിസൾട്ട് ഉണ്ട്. എഗ്ഗ് റിസൾട്ട് ഉള്ളതാ. റിസൾട്ട് ഉള്ളതാണല്ലോ. അത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. പിന്നെ ഇതിപ്പോ എടുത്തതാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെ കുട്ടികളെ? ഇത് ഞാൻ കുട്ടികളെ എടുത്തതാ. സീറോ കള്ളി കുട്ടികളെ എടുത്തതാണ്. അന്ന് റേറ്റ് 2000 രൂപക്കാണ് ഞാൻ എടുത്തത്. 2 പീസ് എടുത്ത കുട്ടികളെ എടുത്തത്. ഇതിനിപ്പോ കുട്ടികളെ കൊടുക്കാനുണ്ടോ? ഇതിന്റെ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. കോഫി, ബ്ലാക്ക് ലൈസ് പോലെ തന്നെ കോഫി ലൈസ്. ഇതിലാണ് മെയിലും ഫീമെയിലും. അതിലാ കോഫിന് ഫീമെയിൽ, മറ്റേ ബ്ലാക്ക് കൂടുതലുള്ളത് മെയിലില്ല. മെയിൽ. ഇത് എഗ്ഗ് ചെയ്തതാണോ? ഇല്ല, ഫസ്റ്റ് എഗ്ഗിങ്ങിന് ഉള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഒരു ഒബ്ലിക് സാറ്റിയും ബ്ലാക്ക് ലൈസും ഇട്ട് കൊടുത്തിരിക്കണം. ബ്ലാക്ക് ലൈസ്. ഇത് പെഗ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തെ എഗ്ഗിങ് ആണ്. ഒബ്ലിക് സാറ്റിയും ബ്ലാക്ക് ലൈസും. ഇതിലെ മെയിലും ഫീമെയിലും. ഫീമെയിലാണ് ഒബ്ലിക് സാറ്റി. മെയിലായ ചട്ടിയിലിരിക്കുന്നത്. ഇത് വേറൊരു ബ്ലാക്ക് ലൈസ് തന്നെ, കുറച്ച് ലൈസൊക്കെ കൂടിയ ടൈപ്പാണ് ആ ചട്ടിയിലിരിക്കുന്നത്. ഫീമെയിൽ ബേർഡാണ് ഇരിക്കുന്നത്. ചട്ടിയിലിരിക്കുന്നത് ഫീമെയിലാണ്. ഇതിപ്പോ ഫസ്റ്റ് എഗ്ഗിങ്ങാണോ? ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. സാറ്റിനിപ്പോ നമ്മുടെ കുട്ടികൾ കൊടുക്കാനുണ്ട്. സാറ്റിന്റെ കുട്ടികൾ ഇതിന്റെ അല്ല, വേറെ ലൈസ് വീണുണ്ട് നമ്മളെ. ആദ്യത്തെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കൊടുക്കാനായിട്ടുണ്ടല്ലോ. എത്ര റേറ്റ്? ബ്ലാക്ക് ലൈസ് നമുക്ക് ചിക്സ് എന്ന് വെച്ചാൽ 2000 രൂപ പീസ്. 2000 രൂപ. 2000 രൂപ. ഇത് സാറ്റി തന്നെയുള്ളത്. സാറ്റി തന്നെയാണ്. ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണോ? ഇല്ല, എഗ്ഗ് ആയിട്ടില്ല. അത് കുട്ടികളിന് ഒരു 7 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. മെയിൽ ഫീമെയിൽ കൺഫേം ആണ്. സാൻഡൽ. ഇതിപ്പോ നല്ല റേറ്റ് ഉള്ള റേറ്റ് ഉണ്ട്. ഇത് ബ്രീഡിംഗ് പെയർ 8 രൂപക്ക് വരും. ഈ കളറിന്റെ പ്രത്യേകതയാണ്. ഇത് നല്ല ക്യൂട്ട് ബേർഡാണ്. ഇത് ഒരു 10 കൊല്ലം ആകുമ്പോഴത്തേക്ക് ഭയങ്കര രസമാണ് ഈ ബേർഡ് കാണാൻ. സാറ്റിലെ ഏറ്റവും റേറ്റ് കൂടിയ കളർ ഈ കളറാണുള്ളത്. സാറ്റിലെ ഏറ്റവും റേറ്റ് കൂടി ഇതും. പിന്നുള്ളത് ബ്ലാക്ക് ലൈസ്. നല്ല റേറ്റ് എപ്പോഴും നന്നായിട്ട് റേറ്റ് നിൽക്കുന്ന ബേർഡ്. അപ്പോൾ അങ്ങനെ സാറ്റിയുടെ കളക്ഷൻസ് സാറ്റിയുടെ ഇനി പുറത്തുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഒബ്ലിക്കും ഒരു ബ്ലാക്ക് ലൈസും കിടക്കുന്നത്. ബ്ലാക്ക് ലൈസ് ഫീമെയിൽ ആണോ? ബ്ലാക്ക് ലൈസ് മെയിലാണ്. മെയിലാണ് എൻ്റെ കൂടുതൽ. ബ്ലാക്ക് അല്ലേ? ഇതിപ്പോ ഇങ്ങനെ 2 കളറ് ഇട്ടണ. ഇതിന്റെ കിട്ടിയതാണ് കോഫി ലൈസ്. ഇതിന്ന് കിട്ടിയതാ എനിക്ക്. കോഫി ലൈസ് ഇതിന്ന് കിട്ടിയാണ്. ഇതിനിപ്പോ കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് കോഫി ലൈസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ലൈസ് വരെ ഇറങ്ങിയിട്ടുണ്ട്. ഒബ്ലിക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതിനെ അടുത്താണ് പരിചയപ്പെടാം. ഇതൊരു ഒബ്ലിക് സാറ്റിയും ബ്ലൂ ലൈസും. ബ്ലൂ ലൈസ് അല്ലേ? ഇത് ഫസ്റ്റ് എഗ്ഗിങ് അല്ലെങ്കിൽ? ഇല്ല, ഇതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൂ ലൈസ് 2 കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലൂ ലൈസ് ആണല്ലോ ഫസ്റ്റ്. ആ ബ്ലൂ ലൈസ് കാണുന്നതാണ് മെയിൽ ബേർഡ്. മറ്റേ ഫീമെയിൽ. നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫാൻഡേലാണ്. ഫാൻഡേൽ. ഇത് അമേരിക്കൻ ഫാൻഡേലാണ്. ഇതിപ്പോ ഏതൊക്കെ കളർ പറഞ്ഞതിന്റെ? ഇതിനൊരു മിൽക്കി വൈറ്റ്. അതൊരു കോഫി ചക്കറാണ്. കോഫി ചക്കർ. ഇതിലെ മെയിലും ഫീമെയിലും? ഫീമെയിലിനാ കോഫി എടുക്കണം. കോഫിയിലാണ്. ഇതിപ്പോ ഫസ്റ്റ് എഗ്ഗിങ് അല്ലെങ്കിൽ? ഇത് ഫസ്റ്റ് എഗ്ഗിങ് ആണ്.
ഇത് ഞാൻ എടുത്തത് NPA ഒരു ഷിഹാബ് ഉണ്ട്, നമ്മളൊരു ഫ്രണ്ടാണ്, ഷിഹാബിന്റെ വീടാണ് അതിൽ മതിലകം. ഷിഹാബും NPA ട്രഷററിന് ഷിഹാബ് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. ഇത് ഇന്ത്യൻ ഫാൻറ്റൈനുള്ള. ഇത് കളർ വരുന്നത് കളറ് ഷീൽഡ് എന്ന് പറയുന്നത്. മാർക്കറ്റുള്ള ബേർഡാണ്. നല്ല സൈസ് ഉണ്ടല്ലോ. സൈസ് ഉണ്ട്. ഇത് കുട്ടികളൊക്കെ ശരിക്കും 5 രൂപ പീസ് റേറ്റ് വരുന്നുണ്ട്. ഇതിന് കുട്ടികളൊക്കെ കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇത് ഒരു 5-6 പീസോളം ഇറങ്ങിയിട്ടുണ്ട്. 6 പീസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതിലിപ്പോ ഇരിക്കുന്ന ഫീമെയിലാണ്. ഫീമെയിലല്ലേ? ഇതിപ്പോ നമ്മൾ നേരത്തെ നമ്മിപ്പോ കണ്ടതിന്റെ കുട്ടികളാണല്ലേ. ഇതിപ്പോ എത്ര കള്ളിയായി? ഇത് 10 കള്ളിയായി. ബ്രീഡിങ്ങിനുള്ള കയറ്റിയിരിക്കണത്. ബ്രീഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. 10 കള്ളി ആയതാണ്. ഇതിപ്പോ അതിന്റെ പാലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പാല് കട്ട് ചെയ്തതാണ്. ബ്രീഡിങ്ങിന്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തതാണ്. ഇതൊന്ന് പാല് കട്ട് ചെയ്തില്ലെങ്കിലും ബ്രീഡിങ്ങിന് വല്ല റിസൾട്ട് കുറവുണ്ട്. പാല് കട്ട് ചെയ്യണപ്പോ നല്ലതല്ലേ? അതായത് ഫീമെയിലിന്റെ കട്ട് ചെയ്യേണ്ടത്. മെയിലിന്റെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. വാല് കട്ട് ചെയ്താൽ ഫാൻറ്റൈലിന്റെ ആയിട്ടുള്ള ഭംഗി ഉണ്ടല്ലോ, വിരിച്ച് നിൽക്കും. അതൊക്കെ നമുക്ക് ഇതിപ്പോ കൊടുക്കാനുള്ള ഇല്ലല്ലോ, കൊടുക്കാനുള്ളതല്ല, നിർത്താനുള്ളതാ. കൊടുക്കാനുള്ള അപ്പുറത്തുണ്ട്, വേറെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇത് ലാഹോറി, യൂറോപ്യൻ ലാഹോറിന്. ഇത് സബ്ജാബാർ എന്ന് പറയും. ഇതിപ്പോ ബ്രീഡിംഗ് പെയറാണോ അല്ലെങ്കിൽ? ഇത് ബ്രീഡിംഗ് പെയർ. ഇതിന്റെ ഒരു 6-7 കുട്ടികൾ ഇവിടെ ഉണ്ട്. ഒരു കുട്ടി ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കർണാടകയിൽ നിന്ന് എടുത്ത ബഡ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്ത പേടാ. അപ്പൊ എത്ര റേറ്റ് എടുത്തപ്പോ? അവിടെ നിന്ന് അന്ന് 8 രൂപക്ക് എടുത്തത് ബ്രീഡിംഗ് പെയറിന്. ബ്രീഡിംഗ് പെയറിലെ ഇതിപ്പോ ഇതിന്റെ കുട്ടികളൊക്കെ കൊടുക്കാനുണ്ട് ഇപ്പൊ? കുട്ടികൾ കൊടുക്കാനുണ്ട്. അത് മെയിൽ ഫീമെയിൽ കൺഫേം ആയ കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ ഒരുപാടായിട്ടുണ്ട്. ഇതിപ്പോ ഇതിന്റെ റേറ്റ് കൊടുക്കാനുള്ള കുട്ടികളെ കൊടുക്കുക. ചിക്സിന് ഞാനൊരു 6 രൂപയാണ് പെയർ പറയുന്നത്. പെയറായിട്ടല്ലേ? കൺഫേം കൺഫേം പെയർ. ഇത് എഗ് ചെയ്തിരിക്കുന്നതാണ്. ഇത് NPA റിംഗ് ബേർഡിന് അത് കേട്ടാ. റിംഗ് ബേർഡിന് ലാവൻഡറി കളറാണ്. നമ്മളെ ഷിഹാബിന്റെ ബേർഡിന് പുന്നക്കുരി ഞാൻ പറഞ്ഞില്ലേ, ഇമ്പോർട്ട് ലൈനേജാണ് കംപ്ലീറ്റ്. നല്ല ഹെവി സൈസാണ്. അത് ഈ ചട്ടിയിലായിരിക്കുന്ന ആരും തോന്നണാണ്. അല്ലല്ല, ഇതിന്റെ ഒരു 3-4 കുട്ടികളുണ്ട്. ഇതിന്റെ കുട്ടികൾ പെഗ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ലാഹോറി എന്ന് പറയുമ്പോ പിന്നെ പറയണ്ട, കുട്ടികളൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് നോക്കണ. ഇതിപ്പോ നേരത്തെ കണ്ട കുട്ടികളാണോ? നേരത്തെ കണ്ടതിന്റെ കുട്ടികളാണത്. അത് ഞാനിപ്പോ രണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തിരിക്കണാണ്. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞു. പക്ഷെ അത് ഫസ്റ്റ് എഗ്ഗിങ് റിസൾട്ട് ഉണ്ടായില്ല. രണ്ടാമത്തെ എഗ്ഗിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ ആദ്യം വീണ കുട്ടികളത് നേരത്തെ കാണിച്ചതിന്റെ ആദ്യത്തെ കുട്ടികളിന് ഇപ്പൊ ബ്രീഡിങ് ആയിട്ടുണ്ട്. ഇനി ലൈനേജ് ഒന്ന് പൊട്ടിക്കണം നമുക്ക്, വേറെ ബേർഡിന് കിട്ടിയിട്ട് വേണമെങ്കിൽ. സെയിം ഇല്ല, ഇടാറില്ല. പിന്നെ ഞാനൊരു തുടക്കക്കാരനാണ്. ഞാൻ അധികം കാലങ്ങളായിട്ടില്ല ഈ ഫീൽഡിൽ. ഞാൻ ശരിക്കും ഒരു 8 മാസം 9 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇനി ഉള്ളത് ബർപ്പനാണ്. ബർപ്പൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ടല്ലേ. അത് ബ്ലൂ ചെക്കറും മറ്റേത് റെഡ് ബാറും. അല്ല, റെഡ് ബാറല്ല, റെഡ് ചെക്കറും. ഇതിപ്പോ ബ്രീഡിംഗ് സെറ്റ് ആണോ അല്ലെങ്കിൽ? ഇത് ഇപ്പൊ ബ്രീഡിങ് കയറ്റിയിട്ടുള്ളൂ. ഫസ്റ്റ് എഗ്ഗിങ് കഴിഞ്ഞു, റിസൾട്ട് ഉണ്ടായിരുന്നില്ല. രണ്ടാമത് എഗ് ഇയർ ആയിട്ടുണ്ട്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഇപ്പോ? ഇത് 5 രൂപ ബ്രീഡിംഗ് പെയർ ഉണ്ട്. ബർപ്പനിപ്പോ നല്ലൊരു മാർക്കറ്റായി വരുന്നുണ്ട്. ബ്രീഡിംഗ് പെയർ എന്ന് വെച്ചാൽ ഈ ടൈപ്പൊക്കെ 5 രൂപ 6 രൂപ. ബ്ലൂ ബാറൊക്കെ ആകുമ്പോൾ കുറച്ച് റേഞ്ച് വരും. ആൽമണ്ട് ഇതുപോലെ തന്നെ. എൻ്റെ ആൽമണ്ട് ഉണ്ട് ബേർഡ്. അതൊരു റെഡ് ചെക്കറാണ് ഒരെണ്ണം. ടൈഗർ ടൈപ്പ് അല്ലേ? ഇതിപ്പോ ബ്രീഡിംഗ് സെറ്റ് ബ്രീഡിംഗ് സെറ്റ് കുട്ടികളൊക്കെ വേണ്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ കുട്ടികൾ ഇറങ്ങണ ഏത് കളർ ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് കുട്ടി ഇറങ്ങിയ ഒരു ബാർ ടൈപ്പ് മില്ലി ബാർ ഒക്കെ പോലത്തെ ഒരു ടച്ചുള്ള ബേർഡുണ്ട്. ഇതിലെ മെയിൽ വരുന്നത് ടൈഗർ ടൈപ്പാണ്. മെയിൽ വരുന്നതാണ് ടൈഗർ ടൈപ്പ് അല്ലേ? രണ്ടാമത് എഗ്ഗിങ്ങിന് സമയമായിട്ടുണ്ട്. ഏതോ ഇത് ബ്ലൂ ബാറാണ്. ബ്ലൂ ബാർ വളരെ അപൂർവമാണ്, റയറാണ്, ആൾക്കാരിൽ കുറവാണ് വളരെ. ബർപ്പൻ്റെ ബ്ലൂ ബാറിലെ ബ്ലൂ ബാർ. മറ്റേത് ബ്ലാക്ക്. അതിൽ ഇട്ടിരിക്കണ ഒരു ബ്ലാക്ക് ചക്കറാണ് എഗ് ചെയ്തിരിക്കുന്നത്. എഗ് ചെയ്തിരിക്കാനുള്ള ആ ബ്ലൂ ബാർ മെയിൽ ബേർഡിന്, മറ്റേ ഫീമെയിലിനെ എഗ് ചെയ്തിരിക്കുന്നു. ബ്ലൂ ബാറിന് റേറ്റ് കൂടുതൽ അങ്ങനെ ഉണ്ട്. ബ്ലൂ ബാർ ചിക്സിന് ഒരു 6 രൂപ ഒക്കെ ഉണ്ട് റേറ്റ് ഉണ്ടല്ലോ. പീസ് റേറ്റ്, സിംഗിൾ പീസ് റേറ്റ് നല്ല റേറ്റ് ഉണ്ടല്ലോ ബ്ലൂ ബാർ. ഇതിന്റെ ഇപ്പൊ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ഫസ്റ്റ് ആണോ? ഇല്ല, ഒരു കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതായത് കളർ ബ്ലൂ ബാറിന് കിട്ടി. ബ്ലൂ ബാർ തന്നെ കിട്ടുന്നുണ്ടല്ലോ ഇന്ന് കുട്ടി. ആൽമണ്ട് ലൈനേജ് ബേർഡ് ഉണ്ടാ. അടക്ക് വരുന്ന കളറ് ബർപ്പം തന്നെയാണത്. ഇത് ബർപ്പം തന്നെ, സാൻഡലും ബ്ലാക്കും ആണ്. ഇത് ബ്ലാക്ക് ഉള്ളത്. ഇതില് ഒരു 5-8 കുട്ടികളെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നല്ല കളറൊക്കെ ഇറങ്ങണത് ഫസ്റ്റ് ഇറങ്ങിയത് 2 ബ്ലാക്ക് കിട്ടി. രണ്ടാമത് ഇറങ്ങിയ ആ ബ്ലാക്ക് ചക്കർ, നമ്മൾ ബ്ലൂ ചക്കർ ഫസ്റ്റ് കണ്ടില്ല ഏറ്റത്ത് നിൽക്കണ, അതാണ് രണ്ടാമത് കിട്ടിയത്. പിന്നെ കിട്ടിയത് റെഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാ കളറും മാറി മാറി കിട്ടണ്ടല്ലേ? ഇപ്പൊ ഒരു 5-6 പേരോളം ഉണ്ട്. ഇതിപ്പോ ബ്ലാക്ക് ഏതാ, മെയിലാണോ ഫീമെയിലോ? ബ്ലാക്ക് മെയിൽ ബേർഡ്. മെയിലല്ലേ? ഫീമെയിലാണ് സാൻഡിൽ കളർ. ഇതിപ്പോ കുഴപ്പമില്ല, നല്ല മാർക്കറ്റ് റേറ്റ് ഉണ്ട്. മാർക്കറ്റ് റേറ്റ് ഉണ്ട്. അതിന്റെ ക്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ, റൗണ്ട് ക്യാപ്പ്, നല്ല പോയിന്റ് ക്യാപ്പ് അല്ല, റൗണ്ട് ക്യാപ്പ്. റൗണ്ട് ക്യാപ്പ് കുറച്ച്. അപ്പൊ നമുക്ക് അടുത്താണ് പരിചയപ്പെടാൻ. ഇതും ബർപ്പം തന്നെയാണ്. ബർപ്പം തന്നെ ഒരു ബാർ ടൈപ്പ് ആണ്. അതിലിരിക്കുന്നത് ഒരു ബ്ലാക്ക് ചക്കറാണ്. ബ്ലൂ ചക്കർ തന്നെ ടൈപ്പ് തന്നെ, ഒരു ബ്ലാക്കും ഒരു ചെറിയ ചക്ക് കയറിയിട്ടുള്ള ടൈപ്പാണ്. ഫീമെയിലാണോ ബ്ലാക്ക്? അല്ലല്ല, ബ്ലാക്ക് മെയിൽ ബേർഡ്. മെയിൽ ബേർഡാണല്ലേ? ഇത് ഫീമെയിലാണ്. ഇത് ഫസ്റ്റ് ടേക്കിംഗ് ആണ് വരുന്നത് അല്ലെങ്കിൽ? അല്ല, ഇത് ഫസ്റ്റ് ടേക്കിംഗ് ആണ്. ഫസ്റ്റ് ടേക്കിംഗ് ആണല്ലേ? ഇതിപ്പോ ബർപ്പന്റെ ആൽമണ്ട് ആണ്. ആൽമണ്ട് കളറുള്ള ആൽമണ്ട് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേർഡാണ്. ഇപ്പൊ എഗ് ചെയ്തിരിക്കുന്നു. ഇത് ഫീമെയിലാണ്. ഫീമെയിലാണല്ലേ? ഫസ്റ്റ് ടേക്കിംഗ് ആണ് അല്ലെങ്കിൽ? ഫസ്റ്റ് ടേക്കിംഗ് റിസൾട്ട് ഉണ്ടായ ഒരു കുട്ടി വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിരിഞ്ഞിരിക്കും. ഇറങ്ങിയിട്ടില്ല. ഇവരെ വെച്ച് തന്നെയാണ് നോക്കണേ? ഇത് തന്നെ നോക്കാം. ഇതിന്റെ കൂടെ എടുക്കണത് ബ്ലൂ ചക്കറാണ്. അതിന്റെ മെയിൽ ബേർഡാണുള്ളത്. ഒരു ചക്കർ ടൈപ്പാണ്. കൈറ്റ് ആണത് ശരിക്കും. കൈറ്റായിട്ട് വരണ കളർ കയറി വരണുള്ളത്. ഇതിപ്പോ അതിന്റെ കുട്ടീനെ ഇപ്പൊ കിട്ടിയത് ഇപ്പോ ആൽമണ്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ആക്റ്റീവാണ്. ഇത് ക്യൂ ആൽമണ്ടിന്ന് വീണ കുട്ടിയാ. ക്യൂ ആൽമണ്ടിന്ന് ലൈനേജ് ബർപ്പന്നത്. ആൽമണ്ട് ലൈനേജ് തന്നെ പറഞ്ഞല്ലേ? ഇതിലിപ്പോ ഒരു കുട്ടീനെ കിട്ടില്ല. ഇതിന് അവരെ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ. ഓക്കെ. ഇനി ഈ സെക്ഷനിൽ ഏതൊക്കെ പറഞ്ഞ? ഇത് വേറെ സെക്ഷൻ. ഇതില് ഞാൻ ചെയ്യുന്നത് ചൈനീസ് ഔൾ അല്ലേ? ഇതിപ്പോ ഏതൊക്കെ കളറ്? ചക്കറാണ്, സാൻഡിന്. ബ്രീഡിംഗ് സെറ്റ് ആണല്ലേ? ബ്രീഡിംഗ് സെറ്റ് ആണ്. ഇതിപ്പോ ഇന്ന് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടല്ലേ ഫസ്റ്റ്? ഇല്ല, കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ? ഇതൊക്കെ ഇപ്പൊ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇത് റേറ്റ് ഒരു 6 രൂപ ബ്രീഡിംഗ് പെയർ വരുന്നുണ്ട്. ബ്രീഡിംഗ് പെയർ വരുന്നുണ്ടല്ലേ? ഇതിലിപ്പോ കുട്ടികളൊക്കെ ഇപ്പൊ കൊടുക്കാനുണ്ടോ ഇവിടെ? ഇതിന്റെ കുട്ടികളുണ്ടായിരുന്നു, കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പൊ എഴുതിയിരിക്കുന്നു. റിംഗ് ബേർഡിന് NP റിംഗ് ബേർഡിന്. അത് ചൈനീസ് ഔൾ ബ്ലൂ ചക്കർ. ഇതും എഗ് ചെയ്തിരിക്കണല്ലേ? അതും എഗ് ചെയ്തിരിക്കുന്നത്. ചൈനീസ് ഔൾ ഒരുവിധമൊക്കെ എഗ് ചെയ്തിരിക്കുക. ഇപ്പൊ എഗ് നമ്മൾ മാറ്റി വെക്കാറുണ്ടോ? ചില ടൈമിലൊക്കെ പോസ്റ്റർ ആ സമയത്ത് എഗ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. നന്നായിട്ട് കുട്ടികളെ നന്നായിട്ട് കുട്ടികളെ നോക്കണം. ഇത് ചൈനീസ് ഔളിന്റെ ബ്ലൂ ബാറാണ്. ബ്ലൂ ബാറല്ലേ? കുറച്ച് വിലയുള്ള. ബ്ലൂ ബാർ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. എല്ലാത്തിനും ചൈനീസ് ഔൾ ബ്ലൂ ബാർ. ഇപ്പൊ വീണെടുക്കണത് ചക്കറാണ്. ചക്കറിന്റെ കുട്ടികൾ 2 ചക്കറിന് കിട്ടിയത്. ഇതിന് മുമ്പത്തെ ബ്ലൂ ബാറിന് വീണത് കുട്ടികൾ കിട്ടിയത്. ഇത് നമ്മളെ രഞ്ജിത്ത് തൃശ്ശൂർ, അവന്റെ ലൈനേജിന് ആളെ ലൈനേജ് ബേർഡുകൾ. അവിടുത്തെ ഒരുവിധം ബേർഡുകളൊക്കെ അവന്റെ ലൈനേജിന്
അടുത്തിട്ട് ഫസ്റ്റ് തുടക്കത്തിലെടുത്ത പേടുണ്ട് ചൈനീസ് ഹോളത്. ഈ പേരിലെ ഈ പെയർ ഇപ്പോൾ കാണിച്ചു തന്ന 4 പീസും ഫസ്റ്റ് തുടക്കത്തിൽ 8 മാസമായിട്ടുള്ള ഞാൻ തുടങ്ങിയിട്ട് 8 മാസം ഫസ്റ്റ് എടുത്ത പേടാണ് ചൈനീസ് ഹോളിലെ തുടങ്ങിയത്. ഒരു ബ്ലാക്കും ഒരു സാൻഡലും. സാൻഡലിലെ ഇതും എഗ് ചെയ്തിരിക്കുന്നു. ഇത് എഗ് ചെയ്തിരിക്കുന്നത്. ഇതില് മെയിലും ഫീമെയിലും മെയിലാണ് ബ്ലാക്ക്, അല്ല ഫീമെയിലാണ് സാൻഡൽ കളർ. ഇതിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒന്നില്ല റെഡ് വീഴാറുണ്ട്, അല്ല 2 ബ്ലാക്ക് വീഴാറുണ്ട്, അല്ല സാൻഡൽ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. ഒരു വൈറ്റും ഒരു ചെക്കറും ഇട്ടിരിക്കണത്. ബ്ലൂ ചെക്കറുമ്പോ മേലെ കണ്ട പോലത്തെ ഒരു ചെക്കറാണ്. വൈറ്റ് മെയിലാണോ ഫീമെയിലാണോ? വൈറ്റ് ഫീമെയിലാണ്. എഗ് ഫസ്റ്റ് എഗ്ഗിങ് ആണ്. കളറ് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കിയതാണ്, കോമ്പിനേഷൻ. അടുത്ത ചൈനീസ് ഹോളിന്റെ ഒരു ആൽമണ്ട് ആണ്. അല്ലല്ല അതിപ്പോ എഗ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. മെയിൽ ബേർഡ് ആൽമണ്ട്, മറ്റേത് ആൽമണ്ട് ലൈനേജ് ഒരു ചെക്കറാണ്. അത് നമ്മളെ ഉമ്മർക്കാടാണ്, ഫെർബാലോഫ്റ്റ് ഉമ്മർക്ക ഫെർബാലോഫ്റ്റ് കൊടുങ്ങല്ലൂരില്ല, നിലമ്പൂരിലെ അവിടെ ലാഹോറിൽ കുട്ടികളുടെ സെക്ഷനാണ്. ഇത് നമ്മ അവിടെ കാണിച്ചു തന്നില്ലേ, അതിന്റെ ഒക്കെ കുട്ടികളെ. ഇതിപ്പോ എത്ര കള്ളി? അത് 0 കള്ളി ഉണ്ട്, അതില് 7 കള്ളി ഉണ്ട്, 2 9 കള്ളി. കൊടുക്കാനുള്ളോ? ഇത് കൊടുക്കാനുള്ള പീസ്. ഇതിപ്പോ എത്ര റേറ്റ് വരുന്നത്? ഇത് പെയർ ആക്കി കൊടുക്കണ വെച്ചാൽ 6 രൂപ. 6 രൂപ. ഇതിപ്പോ അത് പെയറായിരിക്കുന്നത്. കൊടുക്കാനുള്ള പേട. ഇത് കൊടുക്കാനുള്ള കുട്ടികളാണ് ഇവിടെ. സാറ്റിയുടെ കുട്ടികളുണ്ട്, ചൈനീസ് ഹോളുണ്ട്, മുഗിയുണ്ട്, അല്ലാണ്ട് ഇത് ബ്ലൂ ബാർ. എല്ലാത്തിന്റെ മിക്സ് കുഴപ്പമില്ല, എല്ലാം കൂടി ഒന്നിച്ച് കുട്ടികളുണ്ട്. 0 കള്ളികളുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ റാഫി ചാൻ്റെ നമ്പർ വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാഫി ചാനെ വിളിച്ചാൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും പ്രാവുകളൊക്കെ ആവശ്യമുള്ളവർ റാഫി ചാനെ വിളിക്കുക. ഇത് ചൈനീസ് ഹോളാണ്. ഒരു സാൻഡ് റെഡ് ചെക്കറാണ്. ഇതിപ്പോ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇല്ല ഇത് ബ്രീഡിംഗ് പെയറാണ്. ബ്രീഡിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെക്കറാണ്, ഒരു കോഫി ചെക്കറാണ്. കോഫി ചെക്കർ ഫീമെയിലും ഈ റെഡ് മെയിൽ ബേർഡും. ഇതിപ്പോ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ബ്രീഡിംഗ് നിർത്തിയിട്ടുള്ളതാണ്. അവിടെ ഗ്യാപ്പില്ലാത്ത രംഗട്ട് മാറ്റിയിരിക്കുകയാണ് ആ സെക്ഷനിൽ. അങ്ങനെയല്ലേ. ഇതിപ്പോ ചിക്സിനുള്ള കോളനി സിസ്റ്റം പോലെയുള്ള ചെയ്താണ്. ഇത് അവിടെ ഒക്കെ വിരിയുന്ന കുട്ടികളൊക്കെ കംപ്ലീറ്റ് നമ്മ ഇതിലേക്കാണ് മാറ്റണത്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറന്നിറക്കാനുള്ള ഒരു സൗകര്യമുള്ളപ്പോ നല്ല ഹെൽത്തി ആയിരിക്കും. ഇതിലുള്ളതൊക്കെ കൊടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഇതിൽ കൊടുക്കാനുള്ളതുണ്ട്, കുറച്ച് നിർത്താനുള്ളതുണ്ട് കുറച്ച്. അങ്ങനെയല്ലേ. ഇതിലിപ്പോ എല്ലാം മിക്സ്ഡ് തന്നെയാണല്ലേ? അതിലെല്ലാം ഇട്ടിട്ടുണ്ട്. മുഗിയാണല്ലേ? അതിലൊക്കെ മുഗികളാ. ഇതൊക്കെ മുഗീസൊക്കെ കൊടുക്കാനുള്ളതാണോ? മുഗിയൊക്കെ ഒരു വിധം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് ബേർഡ്സ് ഉണ്ട് കൊടുക്കാനുള്ളത്. ഇതൊക്കെ ബർപ്പന്റെ ചെക്കറാണ് കയറ്റണത്. അതിന്റെ അപ്പുറത്ത് ഇത് സ്റ്റിപ്പർ ആൽമണ്ട് ഉണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാണ്. മുഗി സ്റ്റിപ്പർ ആൽമണ്ട് കുട്ടി 0 കള്ളിയാണ് കേട്ടാ. പിന്നെ ബ്ലൂ ബാർ മുഗി കൊടുക്കാനുള്ളല്ലോ. അതൊക്കെ കൊടുക്കാനുള്ള. ഇത് ബർപ്പനല്ലേ? ബർപ്പൻ. ഇത് ബ്രീഡിങ് ബ്ലാക്ക് കൺഫേം മെയിലും ഫീമെയിലും. മെയിൽ ബേർഡ് അതിന്റെ പെയറുണ്ട് ഇവിടെ ഉണ്ടല്ലേ? ഗേജ് ഇല്ലാത്ത കാരണം ഇതിൽ കിട്ടിരിക്കണാണ്. അതിൽ എഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബ്ലൂ ബാർ സാറ്റി, ബ്ലൂ ബാർ മുഗി, കോഫി ചക്കർ, പിന്നെ ഒരു ആൽമണ്ട്. ഇത് നേരത്തെ കണ്ടതിന്റെ കുട്ടിയാണ്. ഇത് ബർപ്പന്റെ ക്യൂ ആൽമണ്ട് ആണ്. 0 കള്ളിന് ചെറിയ ഡോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ മോൾട്ടിങ് കഴിയുമ്പോ നല്ല ഡോട്ട് വരും. അല്ല, അതിനെ ഞാൻ നിർത്താൻ വേണ്ടിട്ടുള്ള.
പിന്നെ ഉള്ളത് ഇത് ബ്ലൂ ബാർ അതിൽ നിന്ന് വീണ കുട്ടിയാണ്. ബ്ലൂ ബാറിലെ ഇതിപ്പോ ഇത് ഞാൻ നിർത്തിയായിരിക്കണം. അടുത്ത ക്ലച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് ഫസ്റ്റ് തന്നെ നിർത്താനുള്ള പ്ലാൻ. അതൊക്കെ ബർപ്പൻസാണ് ഏറ്റത്ത് നിൽക്കണത്. അതിലെത്തിരിക്കണം. അത്യാവശ്യം പേഴ്സൊക്കെ കൊടുക്കാനുണ്ടല്ലോ. കൊടുക്കാനുണ്ട്. സാറ്റി, മുഗി അങ്ങനത്തെ കുറച്ചുകളുണ്ട് വെറൈറ്റി. ഫാൻഡേല് കൊടുക്കാനുള്ളതാണ്. അത് മെയിലാണോ ഫീമെയിലോ കൺഫേം? അത് കൺഫേം ആയിട്ടില്ല. ആയിട്ടില്ലല്ലേ? വേറെ അപ്പുറത്തും ഉണ്ട്. വേറെ അപ്പുറത്തുണ്ടല്ലേ? അത്യാവശ്യം നല്ല മുഗിയുടെ കളക്ഷൻസ് ഉണ്ടല്ലോ കൊടുക്കാനായിട്ട്. ഇപ്പോ നല്ല ട്രെൻഡായി നിൽക്കുകയാണ്. ഞാൻ ഒരുപാട് പീസ് ഇപ്പൊ കൊടുത്തു. കൂടുതൽ ഫീമെയിലാണ് ഇവിടെ ഉള്ളത്. ബ്ലൂ ബാർ 2 ഫീമെയിലാ, കോഫി ഫീമെയിലാണ്, ബ്ലൂ ഈ ചക്കർ 2 ഉണ്ട് ഫീമെയിലാണ്, പിന്നെ വൈറ്റ് അതൊക്കെ ഫീമെയിലാണ്. പിന്നെ ഒരു ചൈനീസ് ഹോളാണത് ഇവിടെ വിരിഞ്ഞ കുട്ടീനത്. ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ മൊത്തം ഉണ്ട്. അപ്പൊ അതിന് സെപ്പറേറ്റ് ചാർജ് വരും. 300 രൂപ ബോക്സിന്. ഒരു 3 ബേർഡ് ഒക്കെ കൊണ്ടുപോകാം. അപ്പൊ കൊല്ലം, കോട്ടയം, ആലപ്പുഴയിലേക്കൊക്കെ കയറ്റിയേക്കാറുണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് എടുക്കാറുണ്ട്. എനിക്കിപ്പോ ചൈനീസ് ഹോൾ ഇപ്പൊ വരാറുണ്ട്. ചൈനീസ് ഹോൾ എടുക്കാം. ഇനിയിപ്പോ പുതിയ ഏതെങ്കിലും ബേർഡുകൾ എടുക്കാനുള്ള ഞാൻ ചൈനീസ് ഹോളിൽ തന്നെ ഇപ്പൊ ചൈനീസ് ഹോളല്ല, സ്പാനിഷ് ഹോൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് കുട്ടീനെ. എവിടെ നിന്നാണ് അത്? കൊല്ലത്തുനിന്ന്. അല്ല, കൊല്ലല്ല, കണ്ണൂരിൽ. പിന്നെ ചൈനീസ് ഹോൾ ക്ലബിൽ മെമ്പറാണ് ഞാൻ. പിന്നെ NPA മെമ്പറാണ്. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഞാൻ കൊടുങ്ങല്ലൂർ KPF എന്ന് പറഞ്ഞൊരു ഞാൻ കണ്ടത് ഇപ്പോൾ ഒരു സംഘടനയുടെ. ഇതിപ്പോ ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ആരാണ് ലോഫ്റ്റ് ഒക്കെ നോക്കണത്? ഞാൻ വർക്ക് കാറ്ററിംഗ് സർവീസ് ആകുമ്പോൾ ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവില്ല, 3 ദിവസം വീട്ടിലുണ്ടാവില്ല. അപ്പം എൻ്റെ മകനാണത്. ഇവൻ 4ാം ക്ലാസ്സിൽ പഠിക്കാനാണ്. അവൻ്റെ പേര് അഹമ്മദ് ജമീൽ. നീയാണോ പ്രാവിനൊക്കെ നോക്കണത്? നോക്കാം. തീറ്റയൊക്കെ ഇട്ട് കൊടുത്തോളും. പ്രാവിന് അത്യാവശ്യം തീറ്റ ഇട്ട് കൊടുക്കും, വെള്ളമൊക്കെ മാറ്റി കൊടുക്കലും. നമ്മ ഫോണിൽ കൂടെ ബന്ധപ്പെടും. എന്തൊക്കെ ചെയ്തു? എന്തിലൊക്കെ ചെയ്യേണ്ട കാര്യം അവനോട് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ക്ലീനിങ് ഒക്കെ നമ്മ തന്നെ ചെയ്യുള്ളൂ കേട്ടോ. തീറ്റൊക്കെ ഇട്ട് കൊടുത്തോളും. പേടിക്കാനില്ല. ഇപ്പൊ വേടിനെ ഇപ്പൊ എടുക്കാൻ ഞാനിപ്പോ ബട്കല് പോയിരുന്നു, കർണാടക. അപ്പോൾ ഇവന്നെ തീറ്റ ഇട്ട് കൊടുത്ത 2-3 ദിവസം ഇവന്നെ നോക്കിയതൊക്കെ കാര്യങ്ങളൊക്കെ. ബേഡ്സിനൊക്കെ നല്ല കളക്ഷൻ പുറമെ പോയിട്ട് എടുക്കുന്നുണ്ടല്ലോ. ഞാൻ ബട്കലിൽ നിന്ന് ലാഹോറി എടുത്തത്. നമ്മളെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ. പിന്നെ വെച്ചാല് ഞാൻ അധികം കാലങ്ങളായിട്ടില്ല തുടങ്ങിയിട്ടാ. ഞാൻ തുടക്കക്കാരനാണ്. ഇപ്പോൾ പഠിച്ചു വരുന്നുള്ളൂ. ഞാനൊരു 8-9 മാസം, നവംബർ ഈ നവംബറിലേക്ക് 1 വർഷമാവുള്ളൂ. എങ്ങനെയാണ് ഈ പ്രാവ് ഫീൽഡിലേക്ക് വന്നത്? ഞാൻ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ 2 കൂട്ടുകാരന്മാരുണ്ട്. അതായത് മതിലകം ഷിഹാബ്, റോയൽ ഫാം, റോയൽ എന്നാണ് എൻ്റെ ലോഫ്റ്റിൻ്റെ പേര്. പിന്നെ നമ്മളെ റിയാസ് പെരിഞ്ഞനം, പെറ്റ് പാലസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. പെറ്റ് പാലസ് ഷോപ്പുണ്ട്, എനിക്ക് ഫാമുണ്ട്. പിന്നെ KPF, NPA ഇവരെ സപ്പോർട്ടിന് എനിക്ക് ഫുള്ളുള്ളത്. ഇപ്പോൾ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ 8 മാസം ആയിട്ടുള്ളൂ. 8 മാസം കൊണ്ടുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇത്ര വലിയ സെറ്റപ്പ് എടുത്ത് നമ്മൾ തുടങ്ങിയപ്പോൾ നല്ല ഒരു ബേഡ്സ് കുറച്ച് കൂടുതലെടുത്ത് ചെയ്ത് തുടങ്ങിയെന്ന് തോന്നുന്നില്ലേ? ഞാൻ ആദ്യം എടുത്തത് 4 പെയർ ചൈനീസ് ഹോളില്ലേ ഞാൻ കാണിച്ചത്. 4 പെയറിന് ഞാൻ ആദ്യമായിട്ട് എടുത്തത്. പിന്നെ അവിടുന്ന് പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് കുറച്ച് നല്ല ഫ്രീ ടൈം കിട്ടി. അപ്പോൾ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള പ്രാവില്. അതന്നെ. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ എത്ര പെയർ ഉണ്ടാവും പ്രാവുകൾ? ഇപ്പോൾ ബ്രീഡിംഗ് പെയർ നമ്മളൊരു 50-55 പേരുണ്ടാവും. എല്ലാം കൂടി 55 പേരുണ്ടല്ലേ? പിന്നെ അതിലൊരു 5-10 ഫോസ്റ്റർ ഉണ്ട്. ഫോസ്റ്റർ നമുക്ക് കുറച്ചും കൂടെ റെഡിയാക്കണം. ഫോസ്റ്റർ കുറച്ചും കൂടെ റെഡിയാക്കണം. പിന്നെ ഇങ്ങനെ പോകണം, കുഴപ്പമില്ല. ഈ പ്രാവുകളത്തിന് ലാഭമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഹോബി ആയിട്ടാണോ? ഹോബിയിൽമ തുടങ്ങിയതാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ കുഴപ്പമില്ലാത്ത ലാഭകരമാണ്. നല്ലൊരു ബിസിനസ്സായിട്ട് ബിസിനസ്സായിട്ടും കാണാം. പിന്നെ നേരം പോക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് പണിയിലൊന്നും ഇല്ലാണ്ടാകുമ്പോൾ നല്ല നേരം പോക്കുമാണ് നമുക്ക്.
പിന്നെ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് രാവിലെ 1 മണിക്കൂർ, വൈകിട്ടൊരു 10-15 മിനിറ്റ്. രാവിലെ എല്ലാത്തിനും തീറ്റ ഇട്ട് കൊടുക്കുക, വെള്ളം മാറ്റുക, അങ്ങനത്തെ പരിപാടി. വൈകിട്ട് കുട്ടികളുള്ളതിന് നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുക. അതന്നെ. ഇവിടെ എന്തെങ്കിലും പ്രാവുകൾക്ക് അസുഖങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അസുഖങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ഇതിനിടയിലൊന്നും കണ്ണീക്കേട് വന്ന് 2-3 എണ്ണത്തിന്, അത് മാറ്റിയിട്ടിട്ട്. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ ബേഡിനെ പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ ലോഫ്റ്റിലേക്ക് കയറ്റില്ല, മേലേക്ക് കയറ്റില്ല. നമ്മൾ വേറെ ചെറിയ സെറ്റപ്പ് ഉണ്ട്, അതിൽ ഇട്ടിട്ട് നമ്മൊരു 10-20 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ അസുഖമൊന്നുമില്ലെന്ന് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ലോഫ്റ്റിലിടുള്ളൂ. പിന്നെ അസുഖമുള്ള ബേഡിന് ഞാൻ പുറത്ത് കൊടുക്കുകയില്ല. ഓക്കെ. അസുഖങ്ങൾ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല, അനുഭവമില്ല. ഇത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പോലെ പുതിയ ബേഡുകളെ കളക്ഷൻ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്? വേറെ ഇല്ല. ഞാൻ ചൈനീസോളും പിന്നെ ബർപ്പൻ ഒന്നും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടല്ലോ. ഇപ്പോൾ ചൈനീസോൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ഷീൽഡ് ടൈപ്പ് എടുത്തിട്ടുണ്ട്, സ്പാനിഷോൾ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ പ്രാവിക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനുള്ള പരിപാടിയാണ്. അങ്ങനെ തന്നെ. ഇതിന് വർക്ക് പോയിട്ടാണ് എന്താ ചെയ്തത്? ഞാൻ ശരിക്കും എൻ്റെ മേഖല കാറ്ററിംഗ് സർവീസാണ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പണി കിട്ടി, നമുക്ക് പണിയില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ പേര് സീമ കാറ്ററിംഗ് ആണ്. 3 പീടിക. പിന്നെ 3 പീടിക സെൻറ്ററിൽ തന്നെ ഹോട്ടലുണ്ടായിരുന്നു മുമ്പ്. പിന്നെ അതിൽ നിന്ന് കാറ്ററിങ്ങിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ പ്രാവുമ്മലും കയറി, അങ്ങനെ പോണു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീമ റാഫി എന്ന് ചെയ്യേണ്ട ലോഫ്റ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളൊക്കെ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ റാഫി ചേട്ടനെ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാവുന്നതാണ്. നമ്മുടെ റാഫി ചേട്ടൻ്റെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രാവിന് വേണ്ടവരൊക്കെ നമുക്ക് നമ്മുടെ റാഫി ചേട്ടനെ വിളിച്ച് ചോദിക്കാം. അപ്പോൾ റാഫി ചേട്ടൻ നമ്മൾ ഇപ്പോൾ 8 മാസം കൊണ്ട് ഇത്രയും ലെവലല്ലോ. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരുന്നവരോട് പറയാനുള്ളത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങുക വെച്ചാൽ നമ്മൾ തുടങ്ങും. ഞാൻ തുടക്കത്തിൽ ഇതുപോലെ തന്നെ കുറച്ച് ബേഡുകളൊക്കെ നമ്മൾ അറിയാതെ പോയിട്ട് പല ആൾക്കാരും ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ പോയി എടുത്ത്, അതുപോലെ തന്നെ കുറേ അറിയില്ല, മാർക്കിങ് അറിയില്ല, അതറിയില്ല, അങ്ങനെ കുറേ പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതിങ്ങനെ ഫിൽറ്റർ ചെയ്ത് വന്നപ്പോൾ നല്ല ബേഡുമ്മലേക്ക് ഇങ്ങനെ കടന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രാവുകൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് തന്നെ നല്ല ലോഫ്റ്റിൽ നിന്ന് എടുക്കുക, നല്ല ബ്രീഡർമാരെ, നല്ല ക്വാളിറ്റി ഉള്ള ബേഡ് നമ്മൾ പരമാവധി നേരിട്ട് പോയി കണ്ടെടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പ്രാവുകളിൽ കുട്ടികൾ എടുക്കണോ അല്ലെങ്കിൽ നല്ലത് ബ്രീഡിംഗ് പെയർ എടുക്കണോ നല്ലത്? ഏറ്റവും ബെറ്റർ ചിക്സ് എടുക്കണതാണ്. അപ്പോൾ ചിക്സ് എടുത്തത് നല്ല ഹെൽത്തി. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്താലോ നമുക്ക്? ശരി. അപ്പോൾ എല്ലാവരും ചാനൽ കാണാം. പിന്നെ നിർദ്ദേശങ്ങൾ, നമുക്കുള്ള പോരായ്മകളൊക്കെ പറഞ്ഞു തരാം. അതൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫീൽഡിലേക്കായാലും വരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉണ്ടല്ലോ അതിലേക്ക്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തുടക്കക്കാരനല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സീമ റാഫി എന്ന ലോഫ്റ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ പ്രാവുകളുടെ വീഡിയോ കൂടുതലായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവ് പ്രേമികളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇനിയും നല്ല പ്രാവ് ബ്രീഡർമാരുടെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ.